35,000 രൂപയ്ക്ക് നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. ആ പ്രൈസ് റേഞ്ചിൽ നല്ല ടൈറ്റ് കോമ്പിനേഷനുള്ള 2 ഫോണാണ് OnePlusന്റെ നോട്ട് CE6 എന്ന് പറയുന്നത്, നത്തിങ് ഫോൺ 4B എന്ന് പറയുന്നത്. ഈ ഫോണുകൾ തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ഡിഫറൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ വീക്ക്നെസ് ഈ ഫോണുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ 2 ഫോൺ എന്ന് പറഞ്ഞാൽ 2 സെഗ്മെന്റിൽപ്പെട്ട ആൾക്കാർക്ക് പറ്റിയ ഫോണാണ്. അതുപോലെ തന്നെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് തീരെ പറ്റാത്തൊരു ഫോണും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതൊന്നും അറിയാതെ നിങ്ങൾ ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയിൽ തുടങ്ങാം. OnePlus തന്നിരിക്കുന്ന 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 140 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് 3600 നിറ്റ്സും HPM ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1800 നിറ്റ്സോളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് ഡിസ്പ്ലേയിൽ തന്നെയാണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഈ സാധനത്തിൽ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ 140 ഹെർട്സ് റിഫ്രഷ് റേറ്റിന്റെ കാര്യം എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ നോർമൽ യൂസേജിൽ നിങ്ങൾക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് തന്നെ സപ്പോർട്ട് ചെയ്യും. അതായത് ഗെയിം കളിക്കുമ്പോഴാണ് ഈ 140 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രോസസ് അത്രത്തോളം കേപ്പബിൾ അല്ലാത്തൊരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ വലിയ പെർഫോമൻസ് ഒന്നും വേണ്ടാത്ത ഗെയിംസ് ആയ COC അങ്ങനെയുള്ള ചില ഗെയിംസുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 140 ഹെർട്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് 90 ഹെർട്സ് ആ ലെവലൊക്കെ നിങ്ങൾക്ക് കിട്ടും. 120 തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ 140 ഹെർട്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് മാർക്കറ്റിംഗിലുള്ള ഒരു ഗിമിക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്ന സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇനി നത്തിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്ന 2000 നിറ്റ്സും അതുപോലെ തന്നെ ഇതിന്റെ HPM ബ്രൈറ്റ്നസ് വന്ന 1200 നിറ്റ്സോളമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു LTPS പാനലാണ്. ഇപ്പോൾ ഓവറോൾ രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് OnePlusന്റെ ഡിസ്പ്ലേ ആണ്. കാരണം അതിന് HPM ബ്രൈറ്റ്നസും അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസും ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി കൂടുതൽ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് OnePlusന്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നെറ്റ്ഫ്ലിക്സിന്റെ HDR സപ്പോർട്ടൊക്കെ ഉണ്ട്. നത്തിങ്ങിന് അങ്ങനെ ഒരു സാധനം കിട്ടില്ല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ മികച്ചതെന്ന് പറയുന്നത് OnePlusന്റെ നോട്ട് CE6 തന്നെയാണ്. ഇനി ഇതിന്റെ ഡിസൈൻ അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ OnePlusൽ വരുന്നത് സാധാരണ OnePlusൽ കാണുന്ന സെയിം ഡിസൈൻ സെറ്റപ്പ് ആണ്. ആ ഫോൺ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് OnePlusന്റെ ഫോണാണെന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബേക്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ IP66, 6A, 69, 69K അതുപോലെ തന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഈ സാധനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് ക്രിസ്റ്റൽ ഗാർഡിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഈ സാധനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ താഴേക്ക് ഫോൺ ഇടുന്ന ശീലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണെന്ന് പറയുന്നത്. മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് താഴെ വീണ വലിയ ഡാമേജ് ഒന്നും ഈ സാധനത്തിൽ വരുന്നതല്ല. ഇനി നത്തിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നത്തിങ്ങിന്റെ ഫോണിലൊക്കെ കാണുന്ന ഒരു യൂണിയൻ ഡിസൈൻ സാധനം തന്നെയാണ് ഈ സാധനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലിഫ് ലൈറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ സാധനത്തിലുണ്ട്. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോളികാർബണേറ്റിന്റെ ബാക്കാണ് ഈ സാധനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ IP64ന്റെ ഫ്ലാഷ് റെസിസ്റ്റന്റ് മാത്രമേ ഈ സാധനത്തിൽ കിട്ടുന്നുള്ളൂ. ഫ്രണ്ടിൽ വരുന്ന ഡ്രാഗൺ ട്രെയിൽ 2ന്റെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ് ഈ സാധനത്തിൽ വരുന്നത്. താഴെ ഇടുന്നവരാണെങ്കിൽ വലിയ തോതിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഡിസൈൻ എന്ന് പറഞ്ഞാൽ യൂണീക്കായ ഡിസൈൻ ആണ്. ഇനി ഓവറോൾ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് OnePlusന്റെ നോട്ട് CE6 തന്നെയാണ്. ഡിസൈനിന്റെ കാര്യം നോക്കുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് കുറച്ച് യൂണീക്ക് ആയ ഒരു ഡിസൈൻ ആയതുകൊണ്ട് നത്തിങ്ങിന്റെ ഫോണാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ OnePlusൽ വന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 4ന്റെ പ്രൊസറാണ്. UFS 3.1ന്റെ സ്റ്റോറേജും LPDDR4Xന്റെ റാമാണ് ഈ സാധനത്തിൽ വരുന്നത്. ഇതിന്റെ ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറയുന്നത് 1.1 മില്യണോളമാണ്. നിങ്ങളൊരു നോർമൽ യൂസേജിലൊക്കെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് പെർഫോമൻസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BGMI, COD പോലത്തെ ഗെയിംസുകളൊക്കെ നിങ്ങൾക്ക് 90 FPS കളിക്കാനുള്ള ഓപ്ഷൻസും കിട്ടും. പിന്നെ COC പോലെയുള്ള ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെയുള്ള വലിയ പെർഫോമൻസും വേണ്ടാത്ത ഗെയിംസുകളൊക്കെ നിങ്ങൾക്ക് 120 ഹെർട്സിലും 140 ഹെർട്സ് റിഫ്രഷ് റേറ്റിലൊക്കെ നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻസും ഇതിൽ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കളിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഹാർഡ് കോർ ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോണൊന്നുമല്ല, ഒരു കാഷ്വൽ ഗെയിമേഴ്സിനൊക്കെ പറ്റിയൊരു ഫോണാണ്. ഇനി നത്തിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗന്റെ 6 Gen 4ന്റെ പ്രൊസറാണ്. UFS 2.2ന്റെ സ്റ്റോറേജും LPDDR4Xന്റെ റാമാണ് ആ സാധനത്തിൽ വരാൻ പോകുന്നത്. ഇതിന് കിട്ടുന്ന ഒരു ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 1 മില്യണോളമാണ്. അതുപോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് നോർമൽ യൂസേജിൽ നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. BGMI ഒക്കെ നിങ്ങൾക്ക് 90 FPS ഈ സാധനത്തിനും കളിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ COC പോലുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇതും വലിയ ഹാർഡ് കോർ ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോണല്ല. ഇനി ഇത് രണ്ട് തമ്മിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല എങ്കിൽ പോലും ഓവറോൾ വിന്നർ എന്ന് പറയുന്നത് OnePlusന്റെ നോട്ട് CE6 തന്നെയാണ്. ഇനി ഇതിന്റെ ബാറ്ററിന്റെ അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ OnePlusൽ വന്നിരിക്കുന്ന 8000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അതിൽ 80 വാട്ടിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടി തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 27 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും ബൈപ്പാസ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. ഇനി നത്തിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് സാധനത്തിൽ കിട്ടുന്നത്. അത് ഫാസ്റ്റ് ചാർജിങ്ങിന് മറ്റേത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചാർജ് നിങ്ങൾക്ക് പെട്ടിയിലും കിട്ടുന്നതല്ല. അപ്പോൾ അത് ഓവറോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ബെസ്റ്റ് എന്ന് പറയുന്നത് OnePlusന്റെ ഫോൺ തന്നെയാണ്. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ OnePlus വന്നിരിക്കുന്നത് 50 MP മെയിൻ ക്യാമറ, 2 MP ഒരു ഡെപ്ത് സെൻസറാണ്. ആ ഡെപ്ത് സെൻസർ ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെയാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 4K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 32 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 4K 30 FPS വരെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നത്തിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന 50 MP മെയിൻ ക്യാമറയും 8 MP ഒരു അൾട്രാ വൈഡ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 4K 30 FPS വരെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ 4K 30 FPS എന്ന് പറയുന്നത് മെയിൻ ക്യാമറ വെച്ചിട്ടാണ്, മറ്റേതിൽ പറ്റൂല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 16 MP മെയിൻ ക്യാമറയാണ്. അത് വെച്ച് നിങ്ങൾക്ക് 1080 വരെ നിങ്ങൾക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതാണ് തമ്മിൽ ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചൊക്കെ വീഡിയോ എടുക്കുന്ന
ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ ഫോണാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് അൾട്രാ വൈഡ് വേണം എന്ന് താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ ഫോണാണ്. ഇനി സോഫ്റ്റ്വെയറുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൺ പ്ലസിൽ വന്നിരിക്കുന്ന ഓക്സി OS ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും ഈ സാധനത്തിൽ കിട്ടുന്നത്. ഈ ഓക്സി OS എന്ന് പറയുന്നത് ഭയങ്കര ഫാൻ ഫേവറേറ്റ് ആയ സോഫ്റ്റ്വെയർ ആണ്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഈ സാധനം എന്ന് പറയുന്നത്. പക്ഷേ പുതിയതായ കുറേ റൂമേഴ്സുകളും അതുപോലെ തന്നെ ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് അടുത്ത് തന്നെ ഒരു കളറോയ്സ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞത്. കളറോയ്സ് അത്രത്തോളം ഫേവറേറ്റ് ആയ സാധനമല്ല. അതുപോലെ തന്നെ കുറേ ബ്ലോട്ട് വെയർസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മേടിക്കുമ്പോൾ കേണ്ട ഒരു കാര്യമാണ്. ഭാവിയിൽ ഇത് കളറോയ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നത്തിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ നത്തിങ്ങിൻ്റെ OS ആണ് വരുന്നത്. ഇതിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് ഈ സാധനത്തിൽ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മിനിമൽ ആയ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഈ സോഫ്റ്റ്വെയർ വേണമെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ ഓവറോൾ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെയാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ഫോണുകൾക്കും 2 വേരിയൻസ് ആണ് വരുന്നത്. 8GB 128ഉം 8GB 256 എന്ന് പറയുന്നത്. ഇതിൽ വൺ പ്ലസിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 128 വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 24,000 രൂപയും 256ൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 37,000 രൂപയാണ്. ഇനി നത്തിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 128ൻ്റെ വില എന്ന് പറയുന്നത് 35,000 രൂപയും 256ൻ്റെ വില എന്ന് പറയുന്നത് 39,000 രൂപയാണ്. അപ്പോൾ പ്രൈസിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ചീപ്പ് എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ ഫോണാണ്. ഇനി നിങ്ങൾ ഏത് ഫോൺ എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബാറ്ററി വേണം, അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഫോണൊക്കെ ഇട്ട് പൊട്ടിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര പ്രൈസ് കോൺഷ്യസ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണ് വൺ പ്ലസിൻ്റെ നോട്ട് CE6 എന്ന് പറയുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു യൂണിക് ഡിസൈൻ ഉള്ള ഒരു ഫോൺ വേണം, അതുപോലെ തന്നെ ഭയങ്കര മിനിമൽ ആയ ഒരു സോഫ്റ്റ്വെയറും, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫോൺ കുറേ കാലത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത്ര കാലമൊക്കെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടണമെങ്കിൽ പറ്റിയൊരു ഫോണാണ് നത്തിങ്ങിൻ്റെ ഫോൺ 4B എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ ഫോൺ എടുക്കാൻ പാടില്ലാത്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പെർഫോമൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോൺ എടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഗെയിമിനൊക്കെയാണ് ഈ ഫോൺ എടുക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ 2 ഫോൺ എടുക്കരുതെന്നേ പറയൂ. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഉള്ള ഫോണുകളൊക്കെ പല്ലുപോയ ഒരു സിംഹത്തിൻ്റെ സിറ്റുവേഷനാണ്. എല്ലാത്തിനും വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, ഒരു നോർമൽ യൂസേജിന് പറ്റിയൊരു പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി പ്രൈസ് കൂട്ടി 40,000-നോ അല്ലെങ്കിൽ 50,000-നൊക്കെ ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.